പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ചെറിയൊരു നമ്മുടെ വീട്ടിലൊക്കെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷിയില്ലേ, അതാണിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കത്തിരിയാണ്. ഇത് കുറേ കാ പറിച്ചു കേട്ടോ. ഇപ്പം അടുത്തിനി പൂ നിറച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കറ്റാർ വാഴ. കുറേ ചെടിച്ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടിരിക്കുകയാണ്. അതിനെല്ലാം ചെടിച്ചട്ടിയിലാക്കണം. ഇത് വന്നിട്ട് നമ്മൾ തമിഴ്നാട് വെണ്ടയില്ലേ, പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാം, പിഞ്ചു പിടിച്ച് തുടങ്ങി. പിന്നെ ഇത് ചീര, എല്ലാം ചീരയാണ്. പിന്നെ അത് വന്നിട്ട് ഇഞ്ചി, ഞാൻ കുറേ ഇഞ്ചി പറിച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് കുറച്ചെടുത്ത് നട്ടിട്ടുണ്ട്. അടുത്ത് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പച്ചച്ചീര. ഇവിടെ എല്ലാം ചീരയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ ഉണ്ട് ചീര, ഇഷ്ടംപോലെ ചീരയുണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ഈ പച്ചമുളക് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്ത് ഇത് ഇഷ്ടംപോലെ ഉള്ള മുളകാണിത്. ഇത് നിറയെ കാച്ച് ഞാൻ കുറേയൊക്കെ പറിച്ച്. പിന്നെ ഒരെണ്ണം അടുത്ത് വിത്ത് പാകിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പച്ചമുളകില്ലേ, ഉണ്ട പച്ചമുളക് കണ്ടോ, കാണാവോ? നിറച്ചും കിടക്കും, നിറച്ചുണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ പറിച്ച്. ഇതുണ്ടോ? പിന്നെ ഇതിൽ പൂ ഇടുന്നതേ ഉള്ളൂ. പിന്നെ ഈ വഴുതനയാണ്. വഴുതനയിൽ കുറേ കാശ്, അത് ഞാൻ ഇപ്പോൾ ഒരെണ്ണം വിത്തിനെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് കത്തിരി, ചീര, ഇവിടെയും കത്തിരി കുറേയൊക്കെ ഞാൻ പറിച്ചു. കണ്ടില്ലേ? ഇതെന്താണെന്നറിയോ? അതാ ഇതെല്ലാം എവിടുന്നോ വന്നതാണ്, തനിയെ വന്നത്. ഇതറിയോ? മൂടില്ലാത്ത ആളിയെന്ന് പറയും. ഇത് ഇങ്ങനെ ഞാൻ പറിച്ച് കളഞ്ഞ്, മൊത്തത്തിൽ പറിച്ച് കളഞ്ഞതാണ്. എന്നിട്ടും ഇത് നിറയെ വരുന്നുണ്ടോ? ഇതെല്ലാം നാശമാക്കി കളഞ്ഞു. ഇത് എവിടെ നിന്ന് വന്നെന്ന് ഒരു പിടിയില്ല. ഇത് വന്നിട്ട് വെള്ളക്കാന്താരി. ഇത് ഞാൻ കുറേ പറിച്ച് കേട്ടോ. പറിച്ച് ഞാൻ പൊടിക്കാൻ വേണ്ടി എടുക്കും. സാധാ മുളകില്ലേ, അതിൻ്റെ കൂടെ പഴുക്കുമ്പോൾ ഇത് പറിച്ച് ഉണക്കി ഇതും എടുക്കും. പിന്നെ അടുത്തുള്ളത് ഇതാ കറിവേപ്പില. കറിവേപ്പില ടെറസിൻ്റെ മണ്ടയ്ക്ക് 2-3 തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ തൈകളും പൂക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനേ കുറച്ചുകൂടെ വലിയ മരമായിരുന്നു കേട്ടോ. ഓടിച്ച് വിട്ടപ്പോഴേക്കും ഇത് മൊത്തത്തിൽ തളർത്ത് കണ്ടോ. തളർത്തിട്ട് പൂത്ത്. കറിവേപ്പില പൂക്കുന്നത് നല്ലതെന്ന് പറയും, ഐശ്വര്യം എന്ന് പറയും. നല്ല മണം കേട്ടോ അതിൻ്റെ പൂ. താഴെ ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ടായിരുന്നേ. ഞാൻ ഒത്തിരി പറിച്ച് ഉണക്കിയിട്ട് എല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോളം മുളക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇഷ്ടംപോലെ മുളകുണ്ട് കണ്ടോ, കാണുന്നുണ്ടോ? ഇത് കണ്ടോ, നിറയെ ഉണ്ട്, നിറയെ. ഇത് ഏകദേശം തീരാറായി കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെയുണ്ട് വെള്ളക്കാന്താരി. ഇതിൽ നിന്ന് ഞാൻ കുറേ പറിച്ച് കേട്ടോ. നിറയെ പിടിച്ച്, നിറയെ, ഒരു കണക്കില്ലാതെ പിടിച്ച്. അതും പറിച്ചുണക്കി. പിന്നെ ഇതെന്താണെന്നറിയോ? ഇതും നമ്മുടെ കറിവേപ്പിലയാണ്. ഉണ്ടോ? വലിയ, അത്ര വലുതല്ല എന്നാലും കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും വലിപ്പം. എന്നെക്കാളും കുറച്ചും കൂടെ ഹൈറ്റുണ്ട്. ഇതിലും കാ പിടിച്ച് കിടപ്പുണ്ട് കണ്ടോ കറിവേപ്പില. ഇത് വലിയ കറിവേപ്പിലയാണേ. മറ്റേ ചെറിയ കറിവേപ്പില അത് ജീരക കറിവേപ്പില എന്ന് പറയും. ഇത് കുറച്ച് വലിയ ഇല. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ കത്തിരി ഇവിടെയുണ്ട്. ഇവിടെ എല്ലാം കായുണ്ട് കണ്ടോ. ഇതിലെല്ലാം കായുണ്ട്. ഇതാ കിടപ്പുണ്ട്. ഇതാ ഇതിലുണ്ട്. ഇതെല്ലാം കുറേ നമ്മൾ പറിച്ച് കേട്ടോ. ഇതെല്ലാം നിറച്ചും പൂവും കായുമായിട്ട് കിടപ്പുണ്ട്, പിഞ്ച് കണ്ടോ.
ഇതിലും ഒരു പുഴുവില്ല. ഞാൻ ഒരു മരുന്നോ ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. ഓസ് വെച്ച് വെള്ളം മാത്രമേ അടിച്ചു കൊടുക്കാറുള്ളൂ. എന്താ ഇതിലുമുണ്ട് കത്തിരിക്ക ഇതുണ്ടോ. ഇത് ഒരു 2 വർഷം കഴിയും കേട്ടോ. ഞാൻ ഇത് അങ്ങറ്റം പോയി കാച്ച് നിറയെ കാച്ചിട്ട് ഇത് പട്ടതുപോലെ ആയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂട് മാത്രം ഒരു കൊമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടപ്പോഴേക്കും ഇതിൽ കുറേ കാച്ച. അതിൽ ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പയർ, മീറ്റർ പയർ കേട്ടോ. എൻ്റെ കൈയുടെ വലിപ്പമുണ്ട്. അത്രയും നീളമുള്ള പയറാണ്. ഞാൻ അടുത്ത് വീഡിയോ ഇട്ട് തരാം. കായ്ക്കുമ്പോഴേക്കും മുളച്ചിട്ടുണ്ട്. അടുത്ത് ഇത് കണ്ടോ. ഇതെന്താ മുളകെന്നറിയോ? ഇതാ കണ്ടോ, കാശ്മീരി മുളക് കണ്ടോ. ഇപ്പോൾ കാച്ചി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല നല്ല തഴച്ച് നിൽപ്പുണ്ട് കണ്ടോ. ഒരു കേടുപാടോ ഒന്നുമില്ല, കുരുടിപ്പൊന്നുമില്ല. കണ്ടല്ലേ, ഇതെല്ലാം നിറയെ മുളകാണ് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ, എല്ലാത്തിലും മുളക് ഉണ്ടോ. ഇതെല്ലാം മുളകാണ് കണ്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മുല്ല. ഇതിൽ കുറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ ഈ അടുത്ത് വീണ്ടും നിറയെ മുട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി നട്ട് അതിന് ശേഷം വാങ്ങി നട്ടതാണ്. ഇതും പട്ട് പോയിട്ട് ഇപ്പം മഴ വന്നപ്പോഴേക്കും തളുത്ത് വന്നിട്ടുണ്ട്. ഇത് തക്കാളി പാകിയിരിക്കുന്നത്. ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ് കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പം 4 കളറുണ്ടായിരുന്നു, എല്ലാം പോയി കേട്ടോ. അതായത് ഇതിൽ ഈ മുരിങ്ങയിൽ മൊത്തം ഉണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. ഈ മുരിങ്ങയിൽ ഈ പ്ലാവിലെല്ലാം മൊത്തം ശംഖുപുഷ്പമായിരുന്നു ഇവിടെ. 4 കളർ കണ്ടോ. ഇതിൻ്റെ ഒരു വയലറ്റ് കളറുണ്ടോ? വയലറ്റ് കളറ് ആരെ വീട്ടിലും ഇല്ല. പിന്നെ ഇത് വന്നിട്ട് നീല, വെള്ള പൂത്തില്ല. പിന്നെ ഒരു ലൈറ്റ് നീലയുണ്ട് കേട്ടോ, ലൈറ്റായിട്ടുള്ള നീല. അപ്പം ഞാൻ കുറേ വിത്ത് പാകിയിട്ടുണ്ട്. ഇനി അത് വളരുമ്പം കാണിച്ചു തരാം. പിന്നെ അല്ലാതെ മുല്ലയുണ്ട് കണ്ടോ. ഈ മുല്ലയില്ലേ, ഈ മുല്ല ഇങ്ങനെ പ്ലാവിലോട്ടും ചാമ്പയിലോട്ടും പടർന്ന് കിടപ്പുണ്ട്. അതിലെല്ലാം മൊട്ട് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയോ? ചാമ്പ. ഇത് എത്ര 3-ാമത്തെ 4-ാമത്തെ സ്റ്റെപ്പാണ് കായ്ക്കുന്നത്. കണ്ടോ പൂവ്. പക്ഷേ ഇത് നമ്മളൊന്നും കഴിക്കാറില്ല കേട്ടോ. നമുക്കിത് കഴിക്കാൻ ഇഷ്ടമല്ല അത്ര. കാരണം കാക്കയില്ലേ, കാക്കകളും കിളികളും തന്നെ തിന്നും. പിന്നെ കാക്കയ്ക്കും കിളികൾക്കും വേണ്ടിയാണ് ഈ മരം നിർത്തിയിട്ടുള്ളത്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു 2-3 ദിവസത്തേക്ക് മുമ്പ്. നല്ല പട്ട് കളറ് ചാമ്പയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.